തന്നിമിത്തം ആലപ്പുഴ നഗരത്തിലെ ഒരു മാലിന്യ പ്രശ്നം ഉണ്ടാകാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് സുപ്രഭാതത്തിൽ നാം അറിയുന്നൊരു വാർത്ത, 100ഓളം കുടുംബശ്രീയുടെ വനിതകൾ ഈ നഗരസഭയുടെ മുൻപിൽ സമരത്തിനിരിക്കുകയാണ്. അതിനുള്ള കാരണം കുടുംബശ്രീ വനിതകൾ നിത്യേന ചെയ്തുകൊണ്ടിരുന്ന മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുക എന്ന ജോലിയിൽ നിന്ന് അവരെ പുറത്താക്കിയതായി നഗരസഭാ സെക്രട്ടറി അറിയിച്ചുകൊണ്ടുള്ള കത്ത് അവരുടെ വീടുകളിൽ ചെന്നു. ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നഗരവാസികളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു സമരപദ്ധതിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. ഭരണഘടനാപരമായ ബാധ്യതയുള്ള നഗരസഭാ ഭരണ നേതൃത്വമാണ് ഈ കാര്യത്തിൽ നിസ്സംഗത പാലിച്ച് അഴിമതി നടത്തി സ്വജനപക്ഷപാതത്തിലൂടെ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലുണ്ടാക്കി. ഒരു നഗരത്തിന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടാനും വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും അതിന് റവന്യൂ വരുമാനത്തിന്റെ ഇത്ര ശതമാനം, നിശ്ചിത ശതമാനം മാറ്റിവെക്കണമെന്നുള്ള മുനിസിപ്പൽ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നഗരഭരണത്തിന്റെ വക്താക്കളായ ചെയർപേഴ്സണും അതിന് കൂട്ടുനിൽക്കുന്ന ചില LDF നേതാക്കളും അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആലപ്പുഴയിലെ 2 മുൻമന്ത്രിമാരായ MLA-മാരും ഈ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും മാലിന്യത്തിന്റെ പേരിൽ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.